ഹലോ സ്റ്റുഡൻസ്, നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡിങ് വേവിനെ പറ്റിയാണ്. സ്റ്റാൻഡിങ് വേവിൻ്റെ വേറൊരു പേര് സ്റ്റേഷണറി വേവ് ആണ്. എങ്ങനെയാണ് ഈ ഒരു സ്റ്റാൻഡിങ് വേവ് അല്ലെങ്കിൽ സ്റ്റേഷണറി വേവ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഇൻ്റർഫിയറൻസ് എന്നുള്ള ഫിനോമിന നമ്മൾ പല ചാപ്റ്ററുകളായിട്ട് പഠിച്ചതാണ്. നമുക്ക് രണ്ട് വേവുകൾ വേണം. സ്റ്റേഷണറി ഫോം പ്രൊഡ്യൂസ് ചെയ്യാൻ രണ്ട് വേവുകൾ വേണം. അതിൽ രണ്ട് വേവുകളും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് പോയിൻ്റ്. പിന്നെ അവരുടെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും സെയിം ആയിരിക്കണം. അപ്പോൾ അവരുടെ ആംപ്ലിറ്റ്യൂഡ് ഫ്രീക്വൻസി സെയിം ആയിരിക്കണം. സോ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസി സെയിം ആവുകയും രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് ഇൻ്റർഫിയറൻസിൻ്റെ ഭാഗമായിട്ട് അവിടെ വേവുകൾ സൂപ്പർ ഇമ്പോസ് ചെയ്യും. അപ്പോൾ അവരുടെ എനർജി ആർ എയ്തർ ആഡഡ് ഓർ ക്യാൻസൽഡ് ഔട്ട്. അതായത് വരുന്ന വേവുകളുടെ എനർജി ആഡ് ചെയ്യുമ്പോൾ അത് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസും ക്യാൻസൽ ചെയ്യുമ്പോൾ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് എന്നും പറയും. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന വേവിൻ്റെ പേരാണ് സ്റ്റേഷണറി വേവ്. ഇനി വേവുകൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ ട്രാവലിംഗ് വേവ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ വേവുകൾ സെയിം ഡയറക്ഷനിലായിരിക്കണം മൂവ് ചെയ്യേണ്ടത്. സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന വേവുകൾ സൂപ്പർ ഇമ്പോസ് ചെയ്താൽ ട്രാവലിംഗ് വേവും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന വേവുകൾ സൂപ്പർ ഇമ്പോസ് ചെയ്താൽ അത് സ്റ്റേഷണറി വേവും ആവും. സോ നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. വേവ്സ് ഫ്രം കൊഹറൻറ്റ് വേവ്സ് എന്ന് നമുക്ക് പറയാം. അതായത് സ്റ്റേഷണറി വേവുകളിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന രണ്ട് വേവുകൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വേവുകൾ ഇറ്റ് ഷുഡ് ബി ഫ്രം കൊഹറൻറ്റ് സോഴ്സസ്. അതായത് ഇവരുടെ കൊഹറൻറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കൊഹറൻറ്റ് സോഴ്സ് മീൻസ് ഈ ഒരു സോഴ്സിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന വേവുകൾ, ഈ ഒരു സോഴ്സിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന വേവുകളുടെ ഫ്രീക്വൻസി, വേവ് ലെങ്ത് എല്ലാം സെയിം ആയിരിക്കണം. അങ്ങനെയാണ് ആ സോഴ്സിനെ കൊഹറൻറ്റ് സോഴ്സ് നമ്മൾ വിളിക്കുന്നത്. സോ കൊഹറൻറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന വേവുകളാണ് സ്റ്റേഷണറി വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ അതെന്താണ് എൻ്റെ കൺസെപ്റ്റ് എന്ന് നോക്കാം. ജസ്റ്റ് ഇങ്ങനൊരു സ്ട്രെയിറ്റ് ലൈൻ കൺസിഡർ ചെയ്യുക. ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഒരു മിഡ് പോയിൻ്റ് കറക്റ്റായിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, രണ്ട് വേവുകൾ, ഒരു വേവ് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നു, ഒരു വേവ് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നു. രണ്ടിൻ്റെയും ഒരു സോഴ്സ് S1 ആണ്, മറ്റൊരു സോഴ്സ് S2 എന്ന് കൊടുക്കുക. രണ്ടിൻ്റെയും ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, വേവ് ലെങ്ത് ഒക്കെ സെയിം ആണ്. ഇനി രണ്ട് വേവുകളും ഈ റെഡ് ഡോട്ടിൽ വന്ന് ഇടിച്ചു എന്ന് വിചാരിക്കുക. സോ ഈ റെഡ് ഡോട്ടിൽ വന്ന് ഇടിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വേവ് ഇവിടെ നിന്ന് ഇവിടെ വരെ ട്രാവൽ ചെയ്തു. അപ്പോൾ അതിൻ്റെ പാത്ത് ലെങ്ത് X എന്ന് വിളിക്കാം. മറ്റേ വേവും S2ൽ നിന്ന് ഇവിടെ വരെ ട്രാവൽ ചെയ്തു, അതും എത്രയാണ്? X. അപ്പോൾ രണ്ടുപേരുടെയും പാത്ത് ലെങ്ത് സെയിം ആണെങ്കിൽ അവരുടെ പാത്ത് ഡിഫറൻസ് 0 ആണ്. സോ പാത്ത് ഡിഫറൻസ് എന്താണ്? 0. പാത്ത് ഡിഫറൻസ് 0 ആണ് എങ്കിൽ നമുക്കറിയാം അവിടെ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് ആണ് നടക്കുന്നത്. സോ അവിടെ എന്താണ്? കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് ആണ് നടക്കുന്നത്. അപ്പോൾ അവിടെ എനർജി എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അപ്പോൾ അവിടെ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് നടക്കുമ്പോൾ അവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് A+A എത്രയാവും? 2A ആയി മാറും. സോ അവിടെ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം. ആ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ എന്ത് മാർക്ക് ചെയ്തു? 2A എന്ന് മാർക്ക് ചെയ്തു. ഇനി അടുത്ത് നോക്കുക. ഇനി വേവുകളുടെ മീറ്റിംഗ് പോയിൻ്റ് ഞാൻ ഇതാക്കി. ഈ പോയിൻറ്റിനെ ഞാൻ M എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ S1ൽ നിന്ന് വേവ് Mൽ ചെന്ന് ഇടിച്ചു. ഓക്കെ, S2ൽ നിന്ന് വേവ് Mൽ ചെന്ന് ഇടിച്ചു. ഇനി ഇവിടെ നോക്കുക, ഈ ഒരു പോയിൻറ്റിനെ നമുക്ക് O എന്ന് വിളിക്കാം. O എന്ന് വിളിച്ചു. ഞാൻ Oയിൽ നിന്ന് M ദൂരമാണ് മാറ്റിയെടുത്തിരിക്കുന്നത്. Oയിൽ നിന്ന് ഞാൻ M ദൂരം മാറ്റിയെടുത്തിട്ടുണ്ട്. സോ OM എന്ന് പറയുന്ന ഡിസ്റ്റൻസിന് ലെറ്റ് OM is equal to λ/2 വെറുതെ ഞാൻ മാർക്ക് ചെയ്യാണ്. ഓയിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് മാറി ഞാൻ M എടുത്തു. ആ ഡിസ്റ്റൻസിനെ ഞാൻ എന്ത് വിളിച്ചു? λ/2 എന്ന് വിളിച്ചു. എന്ന് വെച്ചാൽ രണ്ട് വേവുകളുടെയും വേവ് ലെങ്ത് ലാംഡയാണ്. ആ വേവ് ലെങ്തിൻ്റെ പകുതി ഡിസ്റ്റൻസ് ഞാൻ എടുത്തു. അപ്പോൾ λ/2. അങ്ങനെയാണെങ്കിൽ S1ൽ നിന്ന് വരുന്ന വേവിൻ്റെ പാത്ത് ലെങ്ത് X+ λ/2ഉം S2ൽ നിന്ന് വരുന്ന വേവിൻ്റെ പാത്ത് ലെങ്ത് എന്തായിരിക്കും?
എക്സ് മൈനസ് ലാംഡ ബൈ 2 ആയിരിക്കും. ഇവിടെ നമുക്ക് ഇത് ഫുള്ള് എക്സ് ആണ്, പ്ലസ് എത്ര ലാംഡ ബൈ 2. ഇത് ഫുള്ള് എക്സ് ആണ്, മൈനസ് എത്ര ലാംഡ ബൈ 2. അപ്പോൾ രണ്ട് വേവിനും ഇപ്പോൾ പാത്ത് ഡിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ദാറ്റ് ഈസ് എക്സ് പ്ലസ് ലാംഡ ബൈ 2 മൈനസ് ഓഫ് എക്സ് മൈനസ് ലാംഡ ബൈ 2. So this becomes lambda by 2 plus lambda by 2, that is lambda എന്ന് കിട്ടും. എത്ര കിട്ടും? ലാംഡ എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ, മനസ്സിലായല്ലോ. അപ്പോൾ പാത്ത് ഡിഫറൻസ് നമുക്ക് എത്ര കിട്ടി? ലാംഡ എന്ന് കിട്ടി. സോ പാത്ത് ഡിഫറൻസ് ലാംഡ. അപ്പോൾ നമുക്കറിയാം പാത്ത് ഡിഫറൻസ് ലാംഡയാണെങ്കിൽ അതും എന്താണ്? കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് ആണ് എന്ന് നമുക്കറിയാം. അതും എത്രയാണ്? കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് ആണ്. സോ ഇവിടെയും പാത്ത് ഡിഫറൻസ് ലാംഡയാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ്. അപ്പോൾ എനിക്ക് ഇവിടെയും ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? 2a എന്ന് കൊടുക്കാം. ഇനി ഒക്കും എമ്മിനും ഇടയ്ക്ക് ഞാനൊരു പോയിൻ്റ് പി മാർക്ക് ചെയ്തു, കറക്റ്റ് മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്തു. സച്ച് ദാറ്റ് ഒ പി ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 4 ആണ്. അപ്പോൾ S1 നിന്ന് വരുന്ന വേവ് പിയിൽ ഇടിച്ചു എന്ന് വിചാരിക്കുക. S1 നിന്ന് വരുന്ന വേവ് പിയിൽ ഇടിക്കുമ്പോൾ S1P എന്ന് വെച്ചാൽ എക്സ് പ്ലസ് ലാംഡ ബൈ 4 ആണ്. S2 നിന്ന് വരുന്ന വേവ് പിയിൽ ഇടിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ അത് എത്രയാണ്? എക്സ് മൈനസ് ലാംഡ ബൈ 4 ആണ്. അപ്പോൾ ഇവിടുത്തെ പാത്ത് ഡിഫറൻസ് എടുത്താൽ നമുക്ക് എത്ര കിട്ടും? ലാംഡ ബൈ 4 പ്ലസ് ലാംഡ ബൈ 4 എന്ന് വരും, മൈനസ് എടുക്കുമ്പോൾ. ഓക്കെ, എക്സ് പ്ലസ് ലാംഡ ബൈ 4 മൈനസ് ഓഫ് എക്സ് മൈനസ് ലാംഡ ബൈ 4 എടുക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നത് ലാംഡ ബൈ 2 എന്നാണ്. നമുക്കറിയാം ലാംഡ ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അത് മിനിമയാണ്. അപ്പോൾ എന്താണത്? ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ ബൈ 2 എന്ന് വെച്ചാൽ മിനിമയാണ്. മിനിമ എന്ന് വെച്ചാൽ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് ആണ്. ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് എന്ന് പറയുമ്പോൾ അവിടെ എനർജി ആഡഡ് അല്ല, ക്യാൻസലേഷൻ ആണ്. അപ്പോൾ നെറ്റ് ആംപ്ലിറ്റ്യൂഡ് അവിടെ എന്താണ്? 0. നെറ്റ് ആംപ്ലിറ്റ്യൂഡ് 0 ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഇവിടെ കിട്ടി. ഇനി അടുത്തുള്ള കാര്യങ്ങൾ ഇതുപോലെ തന്നെ ഇവിടെ വരയ്ക്കാം. ഇവിടെ നോക്കുക, ലെഫ്റ്റ് സൈഡിലേക്കും ഞാൻ അതുപോലെ ഇവിടെ വരയ്ക്കുകയാണ്. അതും എത്രയാണ്? 2a ആണ്. ഓക്കെ, സോ അങ്ങനെ എല്ലാം ഞാനിവിടെ വരയ്ക്കുകയാണ്. ഇവിടെ നോക്കുക, ഇതും നമുക്ക് എന്ത് കൊടുക്കാം? 2a എന്ന് കൊടുക്കാം. ഇതും 2a എന്ന് കൊടുക്കാം. ഇതിനിടയിലുള്ള എല്ലാം 0 ആംപ്ലിറ്റ്യൂഡാണ്. 0 ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് അല്ല, ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് ആണ്. മനസ്സിലായി? ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ദിസ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് ഹാവിങ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ്. രണ്ട് മാക്സിമങ്ങൾക്കിടയിലുള്ള ദൂരം. രണ്ട് മാക്സിമങ്ങൾക്കിടയിലുള്ള ദൂരം നമുക്ക് എത്രയാണ് വന്നത്? ലാംഡ ബൈ 2. ഓക്കെ അല്ലേ? ഇത് കണ്ടോ, ഇത് രണ്ട് മിനിമകൾക്കിടയിലുള്ള ദൂരം, അതും എത്രയാണ്? ലാംഡ ബൈ 2. ഇതെന്താണ്? ഒരു മാക്സിമയും ഒരു മിനിമയും തമ്മിലുള്ള ദൂരം, അതെത്രയാണ്? ലാംഡ ബൈ 4 ആണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് മാക്സിമയും മിനിമയും കിട്ടുന്നത്. രണ്ട് വേവുകൾ തമ്മിൽ ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള രണ്ട് വേവുകൾ തമ്മിൽ ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സീക്വൻസ് ആണ് കിട്ടുന്നത്. ഇനി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഇതിൽ നോക്കാം. സോ ലൈൻ വരയ്ക്കുക. ഇതാ ഇത് കൊടുക്കുക. ഇതെല്ലാം നമ്മൾ വരച്ചതാണ്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി തൽക്കാലം ഇത്രയും കാര്യങ്ങൾ കൊടുക്കാം. എ, ഇതെല്ലാത്തിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 2a ആണ്. 2a. ഇവിടെയൊക്കെ എന്തുണ്ടായി? മാക്സിമം ഉണ്ടായി. ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് നമ്മൾ പറഞ്ഞിരുന്നു ലാംഡ ബൈ 2 ആണ്. അതിനിടയ്ക്ക് നമുക്ക് മിനിമ മാർക്ക് ചെയ്യാം. മിനിമ എന്ന് പറയുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് 0 ആണ്. 0. ഓക്കെ,
അപ്പോൾ വേവുകൾ, അതായത് പാർട്ടിക്കിളിൻ്റെ വൈബ്രേഷനാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. ഈ പാർട്ടിക്കിൾ ഇത്രയും വൈബ്രേറ്റ് ചെയ്യുന്നു, ഇത്രയും വൈബ്രേറ്റ് ചെയ്യുന്നു. ഇനി അടുത്തുള്ള പാർട്ടിക്കിൾ എടുത്താൽ അത് അത്രയും വൈബ്രേറ്റ് ചെയ്യില്ല, അത് കുറച്ചേ വൈബ്രേറ്റ് ചെയ്യുള്ളൂ. അങ്ങനെ വരുന്നു, അങ്ങനെ വരുന്നു, ഇവിടെ 0 ആയി. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുന്നു? ആംപ്ലിറ്റ്യൂഡ് കൂടുന്നു, കൂടിക്കൂടി അവിടെ എത്തി, മാക്സിമം എത്തി. അവിടുന്ന് പിന്നെയും ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നു? ആംപ്ലിറ്റ്യൂഡ് കുറയുന്നു. സോ ആംപ്ലിറ്റ്യൂഡ് കുറയുന്നു, പിന്നെ അവിടുന്ന് വീണ്ടും എന്ത് ചെയ്യുന്നു? കൂടുന്നു. സോ ഇങ്ങനൊരു പാറ്റേൺ ആണ് സ്റ്റേഷണറി വേവുകളിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. സോ സ്റ്റേഷണറി വേവുകളിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് ഇതാണ്. സോ ഇതാണ് സ്റ്റേഷണറി വേവുകളിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. സോ ഇങ്ങനെയാണ് നമുക്ക് വേവ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആ വേവുകളെല്ലാം കൂടെ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നോക്കുക. സോ ഇങ്ങനെയാണ് നമുക്ക് വേവ് ഫോം കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കണം, ഇതാണ് ഒരു സ്റ്റേഷണറി വേവിൻ്റെ വേവ് ഫോം. സോ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം, അവിടുന്ന് കുറഞ്ഞ് മിനിമം, അങ്ങനെയാണ് ഇവിടെ വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതാണ് നമ്മുടെ ഒരു സ്റ്റേഷണറി വേവിൻ്റെ കൺസെപ്റ്റ് വരുന്നത്. സോ ഇത്രയും ആണ് നമ്മൾ ഈ ഒരു ഷെയ്ഡ് ചെയ്യുന്ന റീജിയണിലാണ് സ്റ്റേഷണറി വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എനർജി ഒന്നില്ലെങ്കിൽ ആഡ് ചെയ്യും, അല്ലെങ്കിൽ എനർജി ഇവിടെ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? ഇതാണ് സ്റ്റേഷണറി വേവിൻ്റെ കൺസെപ്റ്റ്. ഇനി നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഇവിടെ നോക്കാം. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉള്ള പോർഷനെ, അതായത് ഈ റീജിയണുകളെ നമ്മൾ വിളിക്കുന്ന പേര് ആൻറ്റി നോഡ് എന്നാണ്. മിനിമം ആംപ്ലിറ്റ്യൂഡ് ഉള്ള പോർഷന് നമ്മൾ വിളിക്കുന്ന പേര് നോഡ് എന്നാണ്. സോ ആൻറ്റി നോഡിൽ മാക്സിമം വൈബ്രേഷനും നോഡിൽ മിനിമം വൈബ്രേഷനുമാണ് ഉള്ളത്. ക്ലിയർ അല്ലേ? ഇനി സ്റ്റേഷണറി വേവ് ഉള്ള ഈ ഷെയ്ഡഡ് റീജിയൻ, ഓക്കെ, ഈ ഷെയ്ഡഡ് റീജിയണിൽ സ്റ്റേഷണറി വേവ് ഉണ്ട്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നോ നെറ്റ് ഫ്ലോ ഓഫ് എനർജി ടേക്സ് പ്ലേസ്. എനർജി അവിടെ തന്നെ നിലനിൽക്കും, അത് ലീക്ക് ചെയ്ത് പോവില്ല. നോ നെറ്റ് ഫ്ലോ ഓഫ് എനർജി ടേക്സ് പ്ലേസ്. സ്റ്റേഷണറി വേവ്, അതുകൊണ്ടാണ് സ്റ്റേഷണറി എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കുന്നത്. എനർജി ഫ്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഉണ്ടാവില്ല. നെറ്റ് ഫ്ലോ അവിടെ 0 ആയിരിക്കും. കാരണം രണ്ട് വേവുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സെയിം ഫ്രീക്വൻസി സെയിം വേവ് ലെങ്തിൽ ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് അവരുടെ വെലോസിറ്റി സെയിം ആയിരിക്കും. നമുക്കറിയാം പവർ ഓഫ് എ വേവ് എന്ന് പറയുന്ന സാധനം ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ആണ്. അതുകൊണ്ട് രണ്ടിൻ്റെയും വെലോസിറ്റി സെയിം ആയതുകൊണ്ട് രണ്ടിൻ്റെയും പവറും സെയിം ആയിരിക്കും. അതുകൊണ്ട് അവർ ക്യാൻസൽ ചെയ്ത് പോകും. സോ നെറ്റ് ഫ്ലോ ഓഫ് എനർജി അവിടെ ഒരിക്കലും ഉണ്ടാവില്ല ഇൻ സ്റ്റേഷണറി വേവ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, രണ്ട് നോഡുകൾക്കിടയിലുള്ള ദൂരം എന്ന് പറയുന്നത്, രണ്ട് നോഡുകൾക്ക് ഇടയിലുള്ള ദൂരം അല്ലെങ്കിൽ രണ്ട് ആൻറ്റി നോഡുകൾക്കിടയിലുള്ള ദൂരം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതിൻ്റെ വാല്യൂ λ/2 ആണ്. രണ്ട് ആൻറ്റി നോഡുകൾക്കോ രണ്ട് നോഡുകൾക്കോ ഇടയിലുള്ള ദൂരം എന്ന് പറയുന്നത് λ/2 ആണ്. ഒരു ആൻറ്റി നോഡും ഒരു നോഡും തമ്മിലുള്ള ദൂരം എന്താണ്? λ/4 ആണ്. സോ നോഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് λ/2 ആണ്. അതുതന്നെയാണ് ആൻറ്റി നോഡ് ഗ്യാപ്പ്. നോഡും ആൻറ്റി നോഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് λ/4 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കണം. നെക്സ്റ്റ് നമ്മളിതിൻ്റെ മാത്തമാറ്റിക്കൽ അനാലിസിസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് സ്റ്റേഷണറി വേവിൻ്റെ മാത്തമാറ്റിക്കൽ അനാലിസിസ് നമുക്ക് പറയാം. തൽക്കാലം രണ്ട് വേവുകളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഒരു വേവിൻ്റെ ഇക്വേഷൻ y1 എന്ന് കൊടുത്തു. ഇക്വേഷൻ നമുക്ക് ഫസ്റ്റ് വേവ് y1 ആണ്. നമുക്ക് y1 എങ്ങനെ എഴുതാം? സോ y1 is equal to a, ജസ്റ്റ് നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, ωt - kx. അപ്പോൾ ഇത് പോസിറ്റീവ് ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നത്.
അടുത്ത വേവ് അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം, എന്നാലേ സ്റ്റേഷണറി വേവ് ഫോം ചെയ്യുള്ളൂ. ഒമേഗ ടി പ്ലസ് കെ എക്സ് എന്ന് എഴുതണം. ഓക്കെ, സോ ഇത് റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ എഴുതണം. ദറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡുള്ള റിസൾട്ടൻ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, സോ y ഈസ് ഈക്വൽ ടു y1 പ്ലസ് y2 എന്ന് കൊടുക്കാം. വെക്റ്ററാണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. y1 പ്ലസ് y2. ഓക്കെ അല്ലേ? സോ നമുക്കിവിടെ ഇക്വേഷൻ എഴുതാം. ഇവിടെ ശ്രദ്ധിക്കുക, എ സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ് പ്ലസ് എ സൈൻ ഒമേഗ ടി പ്ലസ് കെ എക്സ്. അപ്പോൾ ഇത് സൈൻ എ മൈനസ് ബിയും സൈൻ എ പ്ലസ് ബിയുടെ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. സോ സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി എന്നുള്ള ഫോർമാറ്റാണ്. ഇവിടെ നോക്കുക, സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു 2 കോസ് ബി സൈൻ എ, അല്ലെങ്കിൽ 2 സൈൻ എ കോസ് ബി എന്ന് കൊടുക്കുക. 2 സൈൻ എ കോസ് ബി. ഇവിടെ എ ഒമേഗ ടിയും ബി കെ എക്സുമാണ്. സോ ദിസ് ബിക്കംസ് 2. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇവിടെ ഒരു എ കോമൺ ആയിട്ട് കിടപ്പുണ്ട്. ഓക്കെ, സോ സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബിയുടെ മാത്രം ഇക്വേഷനാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി എ ഒരു കോമൺ ആണ്, അതുകൂടെ നമ്മൾ എടുക്കണം. സോ ഫൈനൽ ആൻസർ എന്ന് പറയുമ്പോൾ 2a സൈൻ എ, വാട്ട് ഈസ് എ, ഒമേഗ ടി, വാട്ട് ഈസ് ബി, കെ എക്സ്. സോ ആൻസർ ഈസ് ഇങ്ങനെ വരും. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 2a കോസ് കെ എക്സ് സൈൻ ഒമേഗ ടി എന്ന ഇക്വേഷൻ എഴുതാം. ഇതാണ് റിസൾട്ടൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ സ്റ്റേഷണറി വേവ്. സോ സ്റ്റേഷണറി വേവിന് y റിസൾട്ടൻറ്റ് y ഈസ് ഈക്വൽ ടു 2a കോസ് കെ എക്സ് സൈൻ ഒമേഗ ടി. ഇനി 2a കോസ് കോ എക്സ് സൈൻ ഒമേഗ ടി, അതിൽ 2a കോസ് കെ എക്സിനെ 2a കോസ് കെ എക്സിനെ ഞാൻ r എന്ന് എഴുതിയാൽ ഫൈനൽ സ്റ്റേഷണറി വേവിൻ്റെ ഇക്വേഷൻ r സൈൻ ഒമേഗ ടി എന്ന് കിട്ടി. സോ r സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ ഒരു വേവിൻ്റെ ഇക്വേഷൻ ഇക്വലൻ്റ് ആണ്. സോ y ഈസ് ഈക്വൽ ടു r സൈൻ ഒമേഗ ടി. സോ y ഈസ് ഈക്വൽ ടു r സൈൻ ഒമേഗ ടി. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? അപ്പോൾ ഇതിനകത്ത് r മീൻസ് റിസൾട്ടൻറ്റ് സ്റ്റേഷണറി വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. സോ r ഈസ് ഈക്വൽ ടു ആംപ്ലിറ്റ്യൂഡ് ഓഫ് സ്റ്റേഷണറി വേവ്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് സ്റ്റേഷണറി വേവ്. r is equal to, എന്താണ് ആറിൻ്റെ ഫോർമുല? 2a cos kx. So r depends on x. x means എന്താണ്? x means പൊസിഷൻ ഓഫ് ദ വേവ് ആണ് അല്ലേ? വേവിൻ്റെ പൊസിഷനാണ്, അല്ലെങ്കിൽ മീഡിയം പാർട്ടിക്കിളിൻ്റെ ലൊക്കേഷനാണ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സ്റ്റേഷണറി വേവ് കോൺസ്റ്റൻ്റ് അല്ല, അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഡിപ്പെൻഡ്സ് ഓൺ പൊസിഷൻ ഓഫ് ദ മീഡിയം പാർട്ടിക്കിൾ. സോ amplitude of stationary wave, it depends on position of medium particle. Position of medium particle വളരെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. അടുത്ത കാര്യം ഇവിടെ നോക്കാം. നമ്മൾ പറഞ്ഞതാണ് y ഈക്വൽ ടു r സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞു. ആറിനെ നമുക്ക് 2a കോസ് കെ എക്സ് എന്ന് കൊടുക്കാം. അങ്ങനെ നമുക്ക് കൊടുക്കാം. ഇനി r മീൻസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ എസ് എച്ച് എം ആണ്, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സ്റ്റേഷണറി വേവ് ആണ്. സോ r ഇസ് ഈക്വൽ ടു ആംപ്ലിറ്റ്യൂഡ് ഓഫ് സ്റ്റേഷണറി വേവ്. അപ്പോൾ r മാക്സിമം ആവണമെങ്കിൽ 2a കോസ് കെ എക്സ് മാക്സിമം ആവണം. അതിനർത്ഥം
കോസ് കെ എക്സ് മാക്സിമം ആവണം. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ പോസിറ്റീവും വരും നെഗറ്റീവും വരും, മുകളിലേക്കും താഴോട്ടും. അപ്പോൾ കോസ് കെ എക്സിൻ്റെ മാക്സിമം വാല്യൂ ഇൻ ദ പോസിറ്റീവ് സൈഡ് ആസ് വെൽ ആസ് ഇൻ ദ നെഗറ്റീവ് സൈഡ് പ്ലസ് ഓർ മൈനസ് 1 ആണ്. അപ്പോൾ കോസ് കെ എക്സ് എന്തായിരിക്കണം? പ്ലസ് ഓർ മൈനസ് 1 ആയിരിക്കണം. ഇനി കോസ് കെ എക്സ് പ്ലസ് ഓർ മൈനസ് 1 ആയേ പറ്റുള്ളൂ. ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യം, കെ എന്ന് വെച്ചാൽ 2π/λ ഇൻറ്റു എക്സ്. ദിസ് ഷുഡ് ബി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ സോ ആർ മാക്സിൻ്റെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. അതേപോലെ നമുക്ക് ആർ മിനിമം പറയാം. ആർ മിനിമം എന്ന് പറയുമ്പോൾ 2 കോസ് കെ എക്സ് എന്താവണം? മിനിമം ആവണം. അതിനർത്ഥം കോസ് കെ എക്സ് എന്താവണം? മിനിമം ആവണം. ഓക്കെ, കോസ് കെ എക്സ് മിനിമം ആവണം എന്ന് വെച്ചാൽ കോസ് കെ എക്സ് എന്താവണം? 0 ആവണം. ഇതാണ് കണ്ടീഷൻസ് ഫോർ മാക്സിമം ആൻഡ് മിനിമ. ഇനി നിങ്ങൾ പഠിക്കണം, ആർ മാക്സിമം എന്ന് പറഞ്ഞാൽ അത് ആൻറ്റി നോഡാണ്, അപ്പോഴത്തെ ആംപ്ലിറ്റ്യൂഡ് 2a ആണ്. ആർ മിനിമം എന്ന് പറഞ്ഞാൽ അവിടെ നോഡാണ്, അപ്പോൾ അവിടെ 0 വൈബ്രേഷനാണ്, അവിടെ ആംപ്ലിറ്റ്യൂഡ് 0 ആണ്. ഇനി കണ്ടീഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ഇത്രയേ ഉള്ളൂ കണ്ടീഷൻ. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഇവിടെ ശ്രദ്ധിച്ചോണം. കോസ് കെ എക്സ് അത് പ്ലസ് ഓർ മൈനസ് 1 ആകുമ്പോഴാണ് ആൻറ്റി നോഡ് ആവുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം കെ എക്സിന് പകരം എനിക്ക് 2π/λ ഇൻറ്റു എക്സ് എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 എന്ന് കൊടുക്കാം. ക്ലിയർ ആണല്ലോ? ഇനി അങ്ങനെ സംഭവിക്കണമെങ്കിൽ 2π/λ ഇൻറ്റു എക്സ്. ഓക്കെ, 2π/λ ഇൻറ്റു എക്സ് എന്ന് പറയുന്ന സാധനം nπ ആയിരിക്കണം. നമ്മൾ പഠിച്ചതാണ് കോസിൻ്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 1 വരണമെന്നുണ്ടെങ്കിൽ വാല്യൂ nπ ആയിരിക്കണം. n ഷുഡ് സ്റ്റാർട്ട് ഫ്രം 0, 1, 2, 3 അങ്ങനെ പോകണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ പയ്യും നമുക്കിവിടെ എന്താവും? ക്യാൻസലാകും. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? എക്സിൻ്റെ വാല്യൂ നമുക്ക് nλ/2 എന്ന് കിട്ടും. സോ എക്സ് മീൻസ് ഒരു പൊസിഷനാണ് അല്ലേ? സോ എക്സിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? nλ/2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഇത് ഒറിജിൻ ആണെങ്കിൽ എവിടെയൊക്കെ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് ഉണ്ടാവും? ഫസ്റ്റ് n is equal to 0, അപ്പോൾ അവിടെ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് ആണ്. അടുത്തത് എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? λ/2. സോ ഇനി എന്നിൻ്റെ വാല്യൂ നമ്മൾ 2 കൊടുത്താൽ, എന്ത് സംഭവിക്കും? എന്നിൻ്റെ വാല്യൂ 2 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എന്ന് വരും. എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? ലാംഡ. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു പൊസിഷൻ 0, മറ്റൊരു പൊസിഷൻ λ/2, അടുത്ത പൊസിഷൻ ലാംഡ, അടുത്ത പൊസിഷനിൽ 3 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 3λ/2. അതായത് ഒറിജിനിൽ നിന്ന് λ/2 ദൂരം ആൻറ്റിനോഡ്, ഒറിജിനിൽ നിന്ന് ലാംഡ ആൻറ്റിനോഡ്, ഒറിജിനിൽ നിന്ന് 3λ/2 ആൻറ്റിനോഡ്. ക്ലിയർ അല്ലേ? നമുക്ക് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് അല്ലെങ്കിൽ നോഡ് പഠിക്കാം. സോ നോഡെന്ന് പറയുന്നത് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് ആണ്. അവിടെ ആർ മിനിമം ആണ്. ആർ മിനിമം എന്താവണം? 0 ആവണമെന്ന് പറഞ്ഞു. ക്ലിയർ അല്ലേ? സോ 2a കോസ് കെ എക്സ് ദറ്റ് ഈസ് 2π/λ ഇൻറ്റു എക്സ് എന്ന് പറയുന്ന സാധനം 0 ആവണം. അതിനർത്ഥം കോസ് 2π/λ ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എന്താവണം? 0 ആവണം. അതിനർത്ഥം 2π/λ ഇൻറ്റു എക്സ് എന്ന് പറയുന്ന ഒരു ആംഗിൾ ആയിരിക്കണം. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. 2n+1 ഇൻറ്റു π/2 ആണ്. n-1 കൊടുക്കാം. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 0 തൊട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്നിൻ്റെ വാല്യൂ എന്ത് കൊടുക്കാം? 0, 1, 2, 3 അങ്ങനെ കൊടുത്തു പോവാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നിൻ്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് വരും? എൻ്റെ വാല്യൂ 0 കൊടുക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് വരും? നമുക്കിവിടെ ആദ്യം പയ്യും അങ്ങ് കട്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണ് വരുന്നത്? 2n+1 ഇൻറ്റു λ/4 എന്നാണ് ഇക്വേഷൻ. ക്ലിയർ അല്ലേ?
2n+1 ഇൻറ്റു λ/4. ഇതാണ് പൊസിഷൻ. ഈ പൊസിഷനിലാണ് എന്ത് നമ്മൾ കാണുന്നത്? നോഡ് കാണുന്നത്. ഈ പൊസിഷനിലാണ് നമ്മൾ നോഡ് കാണുന്നത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ എന്നിൻ്റെ വാല്യൂ ആദ്യം നമ്മൾ 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? λ/4. എൻ്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 λ/4. എൻ്റെ വാല്യൂ 3 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്നിൻ്റെ വാല്യൂ നമ്മൾ 2 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 5 λ/4. സോ λ/4, 3 λ/4, 5 λ/4. ഇവിടെയൊക്കെയാണ് നമ്മൾ എന്ത് കാണുന്നത്? നോഡ് കാണുന്നത്. നമുക്ക് ജസ്റ്റ് ഈ ഡയഗ്രം ഒന്ന് വരച്ച് നോക്കാം. നമ്മൾ പറഞ്ഞിരുന്നു x n λ/2ലാണ് ആൻറ്റി നോഡ്, x 2n+1 ഇൻറ്റു λ/4ലാണ് നോഡ് വരുന്നത്. നമ്മൾ ഈ ഒരു ഫിഗർ വരച്ചാൽ ഇത് ഒറിജിൻ ആണെങ്കിൽ അവിടെയാണ് ആൻറ്റി നോഡ് വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു x = 0, പിന്നെ λ/2 കഴിഞ്ഞാൽ പിന്നെ പിന്നെ 3 λ/2. ഇവിടെയൊക്കെ എന്താണ് വരുന്നത്? ആൻറ്റി നോഡാണ് വരുന്നത്. സോ ഇതൊക്കെ നമുക്ക് ആൻറ്റി നോഡായിട്ട് മാർക്ക് ചെയ്യാം. അടുത്തത് നമ്മൾ നോഡിൻ്റെ കേസ് പറയുമ്പോൾ x λ/4, 3 λ/4, 5 λ/4 എന്നാണ് വരുന്നത്. സോ ഇത് ഈ ഡിസ്റ്റൻസ് λ/4, ഈ ഡിസ്റ്റൻസ് λ/2, ഈ ഡിസ്റ്റൻസ് 3 λ/4, ഈ ഡിസ്റ്റൻസ് λ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരും. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം, ആൻറ്റി നോഡ് കാണുന്ന സ്ഥലങ്ങൾ 0, λ/2, λ. നോഡ് കാണുന്ന സ്ഥലം λ/4, 3 λ/4. സോ 2 ആൻറ്റി നോഡുകളുടെ ഇടയിൽ ഒരു നോഡ്. ക്ലിയർ അല്ലേ? 2 നോഡുകളുടെ ഇടയിൽ ഒരു ആൻറ്റി നോഡ്. സോ അങ്ങനെയാണ് സ്റ്റേഷണറി വേവിൽ നോഡും ആൻറ്റി നോഡും കാണപ്പെടുന്നത്. ഓക്കെ, അടുത്ത് നോക്കുക, ഒരു സ്ട്രിങ്ങിലുണ്ടാകുന്ന സ്റ്റേഷണറി വേവ് നോക്കാം. നമ്മളൊരു സ്ട്രിങ് ഇങ്ങനെ എടുത്തു. ഇത് രണ്ടും സ്ട്രിങ്ങുകളുടെ 2 എൻഡ് ക്ലാമ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ഈ കറക്റ്റ് സെൻറ്ററിലൊരു തട്ട് തട്ടി. അങ്ങനെ സെൻറ്ററിൽ ഞാനൊരു തട്ടുമ്പോൾ ആ സെൻറ്ററിലെ പാർട്ടിക്കിളുകളുടെ വൈബ്രേഷൻ ഇങ്ങനെയും, സൈഡിലേക്ക് വരുമ്പോൾ ആ വൈബ്രേഷൻ കുറഞ്ഞ് വരും. ഓക്കെ, സോ സെൻറ്ററിലാണ് ആൻറ്റി നോഡും സൈഡിൽ നോഡുമാണ്. സോ ഈ സ്ട്രിങ് ഇങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. സോ ഈ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ദീസ് ആർ നോഡ് ആൻഡ് ദിസ് ഈസ് ആൻറ്റി നോഡ്. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കുക. ഇപ്പോൾ ഞാൻ കറക്റ്റ് സെൻറ്ററിലാണ് തട്ടിയത്. ഇത് രണ്ടും ക്ലാമ്പാണ്, അപ്പോൾ അതെപ്പോഴും നോഡ് തന്നെയാണ്. അതിനെ നോഡ് മാർക്ക് ചെയ്യുക. ഞാൻ ഇവിടെ ഒരു തട്ട് കൊടുത്തു. അവിടെ തട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു വേവ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇവിടെ വന്നു. അത് അവിടെ ചെന്ന് ഇടിച്ചിട്ട് അത് ഇവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങനെ വന്നു. അപ്പോൾ ഒരു വേവ് ഉണ്ടായി, അത് മറ്റേ സൈഡിൽ ചെന്ന് ഇടിച്ചിട്ട് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ 2 വേവുകളുണ്ട്, 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഒന്ന് ഇൻസിഡൻറ്റ് വേവും മറ്റൊന്ന് റിഫ്ലക്റ്റഡ് വേവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ സ്ട്രിങ് ഇങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. പണ്ട് സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ് സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്ട്രിങ് ഇങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യത്തെ കേസിൽ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുന്നത് ഒരു ലൂപ്പേ ഉള്ളൂ അല്ലേ? ഫസ്റ്റ് കേസിൽ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുന്നത് ഒരു ലൂപ്പാണ്. അപ്പോൾ രണ്ടാമത്തെ കേസിൽ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുന്നത് എത്ര ലൂപ്പിലാണ്? 3 ലൂപ്പിലാണ്. അപ്പോൾ അങ്ങനെ എത്ര ലൂപ്പിൽ വേണമെങ്കിലും സ്ട്രിങ്ങിന് വൈബ്രേറ്റ് ചെയ്യാം. അത് നമ്മൾ തട്ടുന്ന പൊസിഷൻ പോലെ ഇരിക്കും.
ഓരോ പൊസിഷനിൽ തട്ടുമ്പോൾ ഓരോ ഫ്രീക്വൻസി ആയിരിക്കും, അതനുസരിച്ചിട്ടാണ് ഓരോ ലൂപ്പുകളായിട്ട് ഫോം ചെയ്യുന്നത്. സോ സ്ട്രിങ് ഇവിടെ വൈബ്രേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സ്ട്രിങ്ങിനകത്തൊരു സ്റ്റേഷനറി വേവ് ഫോം ചെയ്യുകയും അതാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. നമുക്ക് നോഡ് കണ്ടു അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും ഇത് നോഡാണ്, ഇതും നോഡാണ്. കാര്യം അവിടെ പാർട്ടിക്കിളുകൾ എവിടെയാണ്? ആ ബേസ് ലൈനിലാണ്. അപ്പോൾ അവിടെ വൈബ്രേഷൻ ഇല്ല. അപ്പോൾ എവിടെയാണ്? രണ്ട് നോഡുകൾക്കിടയിലാണ് ആൻറ്റി നോഡ്. സോ ഇവിടെയാണ് വൈബ്രേഷൻ കൂടുതൽ. സോ ദിസ് ഈസ് ആൻറ്റി നോഡ്, ദിസ് ഈസ് ആൻറ്റി നോഡ്, ദിസ് ഈസ് ആൻറ്റി നോഡ്. സീറോ വൈബ്രേഷൻ ഉള്ളിടത്തൊക്കെ നോഡും മാക്സിമം വൈബ്രേഷൻ ഉള്ളിടത്തൊക്കെ ആൻറ്റി നോഡുമാണ്. ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കണം. ഓക്കെ. അപ്പോൾ എത്ര ലൂപ്പിൽ വേണമെങ്കിലും സ്ട്രിങ്ങിന് വൈബ്രേറ്റ് ചെയ്യാം. ആ വൈബ്രേഷൻ എന്ന് പറയുന്നത് എന്ത് കാരണമാണ്? സ്റ്റേഷനറി വേവ് ഫോം ചെയ്ത കാരണമാണ്. എങ്ങനെ സ്റ്റേഷനറി വേവ് ഉണ്ടായി? നമ്മൾ തട്ടുമ്പോൾ ഒരു വേവ് ഇൻസിഡൻ്റ് ആവുകയും അതൊരു എഡ്ജിൽ പോയി തട്ടിയിട്ട് തിരിച്ച് വേറൊരു വേവ് വരും. ആ വേവ് എന്താണ്? റിഫ്ലക്റ്റഡ് വേവ്. ഓക്കെ. ക്യാരക്ടറിസ്റ്റിക് ഓഫ് സ്റ്റേഷനറി വേവാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്, നോ നെറ്റ് ഫ്ലോ ഓഫ് എനർജി. നോ നെറ്റ് ഫ്ലോ ഓഫ് എനർജി ഇൻ എനി ഡയറക്ഷൻ. നോ നെറ്റ് ഫ്ലോ ഓഫ് എനർജി ഇൻ എനി ഡയറക്ഷൻ. അതാണ് ആദ്യത്തെ കാര്യം. ഇനി ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്താൽ, സപ്പോസ് ഇത് രണ്ട് നോഡാണ്. ഒരു സ്ട്രിങ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു വിചാരിക്കുക. ഇവിടെ ഇങ്ങനെ തട്ടിക്കഴിഞ്ഞ് മറ്റൊരു വേവ് ഇങ്ങനെ വന്നു. ഇങ്ങനെയാണ് ഒരു സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ ഇവിടെ എത്ര ലൂപ്പാണ്? 2 ലൂപ്പാണ്. അപ്പോൾ ഇതെന്താണ്? നോഡ്. ക്ലിയർ അല്ലേ? നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഇതപ്പോൾ എന്തായിരിക്കും? ദിസ് ഈസ് ആൻറ്റി നോഡ്, ദിസ് ഈസ് ആൻറ്റി നോഡ്. അപ്പോൾ ഇവിടെ 3 നോഡും ഉണ്ട്, 2 ആൻറ്റി നോഡും ഉണ്ട്. അപ്പോൾ നിങ്ങളിവിടെ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. രണ്ട് നോഡുകൾക്കിടയിൽ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്ന എപ്പോഴും സെയിം ഫേസിലായിരിക്കും. അപ്പോൾ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നതൊക്കെ സെയിം ഡയറക്ഷനിലായിരിക്കും. ഇത് മുകളിലേക്കാണെങ്കിൽ വരയ്ക്കാം, കുഴപ്പമില്ല. ഇനി അപ്പുറത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് ആയിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ നോഡുകൾക്കിടയിൽ ഉള്ള വൈബ്രേഷൻ എപ്പോഴും സെയിം ഡയറക്ഷൻ ആയിരിക്കും. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു നോഡ്, ഇതൊരു നോഡ്. നമ്മളിവിടെ നോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ വൈബ്രേഷൻ ഇല്ല എന്നാണ്. സോ ജസ്റ്റ് ഇവിടെ ഒരു സ്ട്രിങ് ആയിരുന്നു. ആ സ്ട്രിങ്ങിൽ നിങ്ങൾ എവിടെയോ തട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു വേവ് ഇവിടെ ചെന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇവിടെ വന്നിടിച്ചു. അതേ വേവ് അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങനെ വന്നു. അത് നിങ്ങൾ തട്ടുന്ന പൊസിഷൻ പോലെ ഇരിക്കും, എപ്പോഴും ഇങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വരച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി 2 നോഡുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ 2 നോഡുകൾക്കിടയിൽ ഓൾ മീഡിയം പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ഇൻ സെയിം ഫേസ് ആണ്. വൈബ്രേറ്റ് ഇൻ സെയിം ഫേസ്. ഇവിടെയും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓൾ മീഡിയം പാർട്ടിക്കിൾസ് ബിറ്റ്വീൻ 2 നോഡ് വൈബ്രേറ്റിംഗ് ഇൻ സെയിം ഫേസ് ആണ്. ഇനി ഇതൊരു നോഡാണ്. നോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പാർട്ടിക്കിൾസ് എല്ലാം വൈബ്രേറ്റ് ചെയ്യുന്ന ഡയറക്ഷനിലല്ല, നോഡിൻ്റെ റൈറ്റ് സൈഡിൽ പാർട്ടിക്കിൾസ് എല്ലാം വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു നോഡിൻ്റെ ഒരു സൈഡിലുള്ള പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്ന ഫേസിൻ്റെ ഓപ്പോസിറ്റ് ഫേസിലായിരിക്കും മറ്റൊരു സൈഡിലുള്ള പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്. സോ ഈ നോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലൊക്കെ ഡൗൺവേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ റൈറ്റ് സൈഡിലൊക്കെ സെയിം ഡയറക്ഷനാണ്, അപ്വേർഡ് ഡയറക്ഷനാണ്. 2 നോഡുകൾക്കിടയിൽ എല്ലാം ഡൗൺവേർഡ് ഡയറക്ഷനാണ്, 2 നോഡുകൾക്കെല്ലാം ഇടയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ നോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പാർട്ടിക്കിൾസ് മുകളിലേക്കാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ സ്ട്രിങ് മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ നോഡിൻ്റെ റൈറ്റ് സൈഡിൽ സ്ട്രിങ് താഴോട്ടായിരിക്കും പോകുന്നത്. ക്ലിയർ അല്ലേ? ഇനി 2 നോഡുകൾക്കിടയിലുള്ള വൈബ്രേഷൻ എന്നും ഒന്നില്ലെങ്കിൽ എല്ലാം താഴോട്ട് അല്ലെങ്കിൽ എല്ലാം മുകളിലേക്ക്. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്. ഈ സ്ട്രെയിറ്റ് ലൈനിൽ 2 നോഡുകൾ ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കാണിച്ചു. ദാ ഇവിടെ ഇങ്ങനെ, പിന്നെ ഇവിടെ ഇങ്ങനെ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെയൊക്കെ പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾ ആദ്യം മുകളിലേക്ക് പോവും, തിരിച്ച് വരും, വീണ്ടും തിരിച്ച് താഴോട്ട് പോവും, വീണ്ടും മുകളിലേക്ക് വരും. അതിനർത്ഥം 2 പ്രാവശ്യം
പാർട്ടിക്കിൾ ഈ സ്ട്രെയിറ്റ് ലൈനിൽ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റേഷണറി വേവ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്റ്റേഷണറി വേവിൻ്റെ ഒരു സിംഗിൾ ഓസിലേഷൻ എടുത്താൽ മീഡിയൻ പാർട്ടിക്കിൾ 2 പ്രാവശ്യം യൂണിഫോം സ്ട്രെയിറ്റ് ലൈനിൽ വരുമെന്നർത്ഥം. ഓക്കെ, സ്ട്രിങ് മുകളിലേക്ക് പോയി താഴെ വരുമ്പോഴാണല്ലോ ഒരു ഓസിലേഷൻ നടക്കുന്നത്. സോ അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, ഓൾ ദ മീഡിയം പാർട്ടിക്കിൾസ് വിൽ ബി അറേഞ്ച്ഡ് ഇൻ എ യൂണിഫോം സ്ട്രെയിറ്റ് ലൈൻ 2 times ഇൻ സിംഗിൾ ഓസിലേഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ നോഡ് എവിടെ ഉണ്ടാവുന്നു, ആൻറ്റി നോഡ് എവിടെ ഉണ്ടാവുന്നു നമ്മൾ പഠിച്ചു. 2 നോഡുകൾക്കിടയിലുള്ള എല്ലാ വൈബ്രേഷൻസും സെയിം ഡയറക്ഷനാണ്. ഒരു നോഡിൻ്റെ ലെഫ്റ്റിൽ മുകളിലേക്കാണെങ്കിൽ റൈറ്റിൽ താഴോട്ടായിരിക്കും എന്ന് പറഞ്ഞു. എല്ലാ മീഡിയം പാർട്ടിക്കിൾസും ഒരു ഫുൾ ഓസിലേഷനിൽ 2 പ്രാവശ്യം സ്ട്രെയിറ്റ് ലൈൻ ക്രോസ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി വേറൊരു കാര്യം നോക്കാം. നമ്മൾ സ്റ്റേഷണറി വേവിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ എഴുതിയ ഇക്വേഷൻ 2a cos kx എന്നാണ്. 2a cos kx എന്നാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എക്സിന് 0 കൊടുത്താൽ cos 0 1 ആണ്. അപ്പോൾ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് സ്റ്റേഷണറി വേവ് 2 ആകും. അപ്പോൾ അത് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് ആണ്. ആ പൊസിഷനെ ആൻറ്റി നോഡെന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? ഇനി ചില സമയത്ത് റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് 2a sin kx എന്നും എഴുതാം. എങ്ങനെ എഴുതാം? 2a sin kx എന്നും എഴുതാം. അങ്ങനെ വരുമ്പോൾ അവിടെ നിങ്ങൾ എക്സിന് 0 കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആറിൻ്റെ വാല്യൂ വരുന്നത് 0 ആയിട്ടാണ്. ആറിൻ്റെ വാല്യൂ 0 എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണ്? അത് നോഡാണ്, അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് എന്നാണ്. അപ്പോൾ ജനറലി നമുക്ക് ഒരു റിസൾട്ടൻ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് സ്റ്റേഷണറി വേവിൻ്റെ ഇക്വേഷൻ 2 രീതിയിൽ എഴുതാം. 2a cos kx sin omega t എന്ന് എഴുതാം. അതല്ലെങ്കിൽ നമുക്കിങ്ങനെയും ചിലപ്പോൾ ഇക്വേഷൻ വരാം, 2a sin kx. ഓക്കെ, 2a sin kx cos omega t എന്നും എഴുതാം. ഇത് രണ്ടും 2 രീതിയിലും ക്വസ്റ്റ്യനിൽ എഴുതാം. അതിൽ ആദ്യത്തെ തന്നെ ആവണമെന്നില്ല, രണ്ടാമത്തെ രീതിയിലും എഴുതാം. പക്ഷെ എഴുതുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, എവിടെയാണ് നോഡ് എവിടെയാണ് ആൻറ്റി നോഡെന്ന് തിരിച്ചറിയാൻ എക്സിന് നിങ്ങൾ 0 കൊടുക്കുക. അപ്പോൾ എക്സിന് നിങ്ങൾ 0 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 2a cos x എന്നുള്ള ഇക്വേഷനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ എക്സിന് നിങ്ങൾ 0 കൊടുക്കുമ്പോൾ ആറിൻ്റെ വാല്യൂ 2a ആകും. cos 0 1 ആണ്, അതിനർത്ഥം അത് ആൻറ്റി നോഡാണ്. രണ്ടാമത്തെ ഇക്വേഷനിൽ നിങ്ങൾ എക്സിന് 0 കൊടുക്കുമ്പോൾ അത് നേരെ 6 0 ആകും. അപ്പോൾ അത് നോഡാണ്, ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫിയറൻസ് ആണ്. അപ്പോൾ 2 രീതിയിലും ഇക്വേഷൻസ് വരാം.